ബേസിലെ ക്ലയൻറ്റ് കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഇമേജസ് അവർ ഗൂഗിളിൽ നിന്നാണ്ട് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്രിയേറ്റീവ്സ് ചെയ്യേണ്ടി വരും. സംഭവം കൊള്ളാം. ലൈസൻസ് ഉണ്ടോ? എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ക്ലയൻറ്റ് ലൈസൻസ് ഉണ്ടോയെന്ന് അറിയില്ല. നിനക്ക് ലൈസൻസ് ഉണ്ടോയെന്നല്ല ഞാൻ ചോദിച്ചത്, ഈ ഫോട്ടോയ്ക്ക് ലൈസൻസ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചത്. അതുണ്ടാ? ഇതിനും ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഫസ്റ്റ് ഇതിന് ലൈസൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കാതെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് നമുക്ക് വേണ്ടി ഇമേജ് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇമേജസിൽ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൂൾസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതിനകത്ത് യൂസേജ് റൈറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്നും കൊമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസ് എന്നുമുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ളതാണ് നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ അതിന് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഫോട്ടോ എടുത്ത ആൾക്ക് നമ്മളൊരു ക്രെഡിറ്റ് കൊടുക്കണം. അതുകൂടാതെ അവർ പറയുന്ന ക്രൈറ്റീരിയാസ് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസ് ആണ്. ഇതിലുള്ള ഇമേജസ് നമുക്ക് ഈ ഏതാണോ ആ ഇമേജ് എടുത്തേക്കുന്ന സൈറ്റ് അവരിൽ നിന്ന് പേ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഗൂഗിളും പണി തരും. തരും. ഇതൊക്കെ എവിടെ നിന്നാണ് അറിയുക? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്താൽ മതി.